ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ടൻ യഖ്നി പുലാവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. 4 സർവീസിനുള്ള മെഷർമെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മെഷർമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 600 ഗ്രാം മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കുക. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകും. അതുപോലെ ബാസ്മതി റൈസ് 450 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഒന്ന് 20 മിനിറ്റ് സോക്ക് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു കിട്ടും. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ ഇതേപോലത്തെ പ്രഷർ കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ടൺ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ വെള്ളം ഒട്ടും ഉണ്ടാകരുത്. നന്നായിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം വേണം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതേ കുക്കറിലേക്ക് തന്നെ ഹോൾ സ്പൈസസ് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നില്ല. ഇനി ഇതിലേക്ക് തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 2 വെളുത്തുള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് മട്ടൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 4 വിസിലും വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതേ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവോള എടുത്ത് തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ സവോള എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ലോ ഫ്ലെയിമിൽ വേണം, കുറച്ച് സമയം എടുത്തിട്ട് വേണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നിനി മട്ടൻ പീസസ് മാത്രമായിട്ടൊന്ന് മാറ്റിയെടുക്കാം. മട്ടൻ ബോയിൽ ചെയ്തെടുത്ത വാട്ടർ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് കളയണ്ട. ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മൾ ഹോൾ സ്പൈസസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. ഈ വാട്ടറിലാണ് നമ്മളിനി റൈസ് വേവിക്കുന്നത്. ബിരിയാണി റൈസ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാട്ടർ യൂസ് ചെയ്യാം. എക്സ്ട്രാ വാട്ടർ വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി യഖ്നി പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ തന്നെ എടുക്കണം. അതിലേക്ക് ഇപ്പോൾ 5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക തുടങ്ങിയ സ്പൈസസ് കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ കിട്ടും. ഒരു മീഡിയം സവോള നന്നായിട്ട് അരിഞ്ഞെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പുലാവിനുണ്ടാകുന്ന എരിവ്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് മുളകൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് സമയം ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ മസാലയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി മട്ടൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടൻ നന്നായിട്ട് മുരിഞ്ഞ് വരണം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വേണം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മട്ടൻ ബോയിൽ ചെയ്തപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ഉണ്ടായിരുന്നു, അതുകൂടെ ഒഴിച്ചു കൊടുത്തു. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മൾ റൈസ് ബോയിൽ ചെയ്തെടുക്കുന്നത്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബാസ്മതി റൈസ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം റൈസ് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ബിരിയാണിക്കൊക്കെ റൈസ് എടുക്കുമ്പോൾ എത്ര റൈസ് എടുക്കുന്നു അതിൻ്റെ ഡബിൾ അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം എത്ര ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോൾ ഒന്ന് ലോ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് സമയം ഇങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. 20 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കിയാണ്. ഇപ്പോൾ റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്തു. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി കളർ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലാണ് നമുക്ക് ഒറിജിനലായിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ദം ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതിന് മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്താൽ മതി. ഒരു 20 മിനിറ്റ് സമയം ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ഞാൻ ദം ചെയ്തെടുത്തു. അതിനുശേഷം ഇപ്പോൾ മട്ടൻ യഖ്നി പുലാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ലുക്ക്. സ്പൈസസിൻ്റെയും അതേപോലെ റൈസിൻ്റെയും ഒക്കെ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളി സ്മെല്ല്. ആ സ്മെല്ലിൽ നിന്ന് തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഊഹിക്കാൻ സാധിക്കും. അതുപോലെ ആ ബിരിയാണിയുടെ കളർ കണ്ടില്ലേ, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുന്ന അതേ കളറ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നതിലും ഉണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മട്ടൻ പീസസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ വിവരങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.